കോട്ടയ്ക്കൽ നിയോജക മണ്ഡലത്തിൽ പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചു. നിയോജക മണ്ഡലം തലത്തിൽ പട്ടയ സംബന്ധമായ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനായി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA നേതൃത്വത്തിൽ മൂന്നാമത് പട്ടയ അസംബ്ലിയാണ് ചേർന്നത്. കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചു. വളാഞ്ചേരി നഗരസഭ ടൗൺ ഹാളിൽ ചേർന്ന അസംബ്ലിയിൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ പട്ടയ അസംബ്ലിയിൽ ജനപ്രതിനിധികൾ ഉന്നയിച്ച പരാതികളുടെ നിലവിലുള്ള സ്ഥിതിവിവര കണക്കുകളും പുരോഗതിയും പട്ടയ വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ വിനോദ് കുമാർ V അവതരിപ്പിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് എല്ലാ മണ്ഡലത്തിലും പട്ടയമേളകൾ നടക്കുന്നു, പട്ടയ അസംബ്ലികൾ നടക്കുന്നു. ആ മണ്ഡലത്തിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഭൂമിക്ക് പട്ടയം ലഭിക്കാത്ത ആധികാരികമായ രേഖയില്ലാത്ത ആളുകൾ ആരാണെന്ന് നോക്കി അവർക്ക് പട്ടയവും രേഖയും നൽകുക എന്നൊരു നിലപാടാണ് ഗവൺമെൻറ് ഇതിൻ്റെ ഭാഗമായി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ പട്ടയമേളയിൽ അവതരിപ്പിച്ച പ്രയാസങ്ങളെയൊക്കെ പരിഹരിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കുന്നതിനും ഒരു എവാലുവേഷൻ നടത്തുന്നതിനും പുതുതായി വല്ലതുമുണ്ടെങ്കിൽ അത് പറയുന്നതിനുമൊക്കെ വേണ്ടിയുള്ളതാണ് ഈ പട്ടയ അസംബ്ലി എന്ന് പറയുന്നത്. ഏതായാലും ഈ ദിവസം ഇന്ന് ഇവിടെ കോട്ടക്കൽ മണ്ഡലത്തിൻ്റെ പട്ടയ അസംബ്ലി നടന്നു. അത് വളരെ ഭംഗിയായി കാര്യങ്ങളൊക്കെ പല മെമ്പർമാരും ജനപ്രതിനിധികളും അവതരിപ്പിച്ചു. എല്ലാ പഞ്ചായത്തിലെയും വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ചെയർമാൻ, കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ, എടയൂര്, ഇരുമ്പളിയം, കുറ്റിപ്പുറം, വന്മള, തുടങ്ങിയ മാറാക്കര തുടങ്ങിയ എല്ലാ പഞ്ചായത്തിലെയും പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു. അവരൊക്കെ ആ കാര്യങ്ങൾ വിശദീകരിച്ചു. അതിൻ്റെയൊക്കെ അന്തിമ തീരുമാനമെടുക്കാമെന്നുള്ള ഉറപ്പ് തഹസിൽദാരും LAയുടെ ആളുകൾ നൽകിയിട്ടുണ്ട്. വരാനിരിക്കുന്ന പട്ടയ അസംബ്ലിയുടെ മുന്നോടിയായി ഇതൊക്കെ പരിഹരിക്കാനുള്ള ശ്രമം അവർ പരിപൂർണമായി നടത്തും. ആളുകളുടെ ആശങ്ക അതോടൊപ്പം ഇല്ലാതാക്കും എന്ന് ഇതിൻ്റെ ഭാഗമായി തീരുമാനിച്ചിട്ടുണ്ട്. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി, വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷഹനാസ് PT, ഹസീന ഇബ്രാഹിം, ജസീന മജീദ്, നസീറ പറത്തൊടി, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC നൂർ, തഹസിൽദാർ ആഷിഖ് CK, ഭൂരേഖ തഹസിൽദാർ പ്രസീൽ KK, റംല മുഹമ്മദ്, KP വേലായുധൻ, MV വേലായുധൻ, പാറോളി റംല ടീച്ചർ, മുജീബ് വാലാസി, ജനപ്രതിനിധികളും റവന്യൂ ഉദ്യോഗസ്ഥരും അസംബ്ലിയിൽ പങ്കെടുത്തു. കേരളത്തിലെ നവംബർ 1-ാം തീയതി മുഖ്യമന്ത്രി അതിദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമായി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ദാരിദ്ര്യമില്ലാത്ത, അതിദരിദ്രരുടെ ഇല്ലാത്തവരായ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അപ്പോൾ കോട്ടക്കൽ മണ്ഡലത്തിൽ ഏകദേശം 16 ആളുകളാണ് സ്ഥലവും വീടുമില്ലാത്ത ആളുകളായിട്ടുള്ളത്. അതിൽ ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് വീട് വെച്ച് നൽകണം എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ഭൂമി ഉണ്ടാകണം എന്നുള്ളതാണ് നിലപാട്. ഏതായാലും ഞങ്ങളത് ചർച്ച ചെയ്തു, ഈ യോഗത്തിൽ ചെയ്തു. അതിൻ്റെ പ്രോജക്റ്റ് ഓഫീസർ ഫത്തീല ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. 16 വീടുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അവരുടെ കൂടി നിർദ്ദേശപ്രകാരം അതുമായി പ്രസിഡന്റുമാരുമായി ബന്ധപ്പെട്ട് ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലുള്ള വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ആൾറെഡി 6 വീടുകൾ കൊടുക്കാനുണ്ടായിരുന്ന സ്ഥലവും വീടും നൽകുന്നതിനാവശ്യമായ പദ്ധതി ഈ ബഡ്ജറ്റിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റ് പഞ്ചായത്തുകളൊക്കെ അവരുടെ വരാനിരിക്കുന്ന ഈ വർഷത്തെ തന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ആളുകൾക്കും വീടും സ്ഥലവും നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ ചാനൽ വളാഞ്ചേരി. വേഴ്സറ്റൈൽ എന്ത് രസമുള്ള വാക്കാണല്ലേ. ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കൊതിക്കുന്ന വിശേഷം. ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക? ഇത് ഡിഫറെൻ്റ് ആയിരിക്കണം, എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം, എന്തെങ്കിലുമൊക്കെ പുതുമ വേണം, ആളുകൾക്ക് ഇഷ്ടമാവണം, ലോകം പറയണം, വാ versatile, something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry.